ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ കോലാഹലങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് രൂപം കൊണ്ട മലപ്പുറം ജില്ലയുടെ ആസ്ഥാനമായാണ് മലപ്പുറം നഗരത്തെ കണക്കാക്കുന്നത്. മലപ്പുറം ജില്ലയുടെ ഭരണസിരാകേന്ദ്രമായാണ് ഈ നഗരം അറിയപ്പെടുന്നത്. മലപ്പുറം ദേശം വിശേഷങ്ങളും ഒപ്പം മലപ്പുറം നിയമസഭാ മണ്ഡല പരിചയവുമാണ് നവകേരളം നവമുന്നേറ്റത്തിൻ്റെ ഈ അധ്യായത്തിൽ. സെൻസസ് കണക്കുകൾ അനുസരിച്ച് മലപ്പുറം അർബൻ സമൂഹം കേരളത്തിലെ വലിയ അർബൻ സമൂഹങ്ങളിൽ 4ാം സ്ഥാനത്താണുള്ളത്. കോട്ടക്കുന്നടക്കമുള്ള മലയുടെ മുകളിലും വശങ്ങളിലുമായാണ് മലപ്പുറം നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മുകൾ ഭാഗത്തെ പരന്ന തട്ട് കുന്നുമ്മൽ എന്നറിയപ്പെടുന്നു. KSRTC ബസ് സ്റ്റേഷൻ, കലക്ട്രേറ്റ്, കോട്ടക്കുന്ന് പാർക്ക്, കേന്ദ്രീയ വിദ്യാലയം, MSP ആസ്ഥാനം എന്നിവ കുന്നുമ്മലിലാണ് പ്രവർത്തിക്കുന്നത്. താഴെത്തട്ട് വടക്ക് ഭാഗം കോട്ടപ്പടിയും തെക്ക് ഭാഗം കടലുണ്ടിപ്പുഴയുമാണ്. പടിഞ്ഞാറ് ഭാഗം പൊന്മള, ഒതുക്കുങ്ങൽ, കോട്ടയ്ക്കൽ എന്നീ പ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ജനസാന്ദ്രത കൂടിയ നഗരം ഉൾക്കൊള്ളുന്ന മലപ്പുറം നിയമസഭാ മണ്ഡലം അതിശയിപ്പിക്കുന്ന വികസന മുന്നേറ്റങ്ങളാൽ സമ്പന്നമാണ്. മലപ്പുറം ജില്ലയിലെ മലപ്പുറം നഗരസഭയും ഏറനാട് താലൂക്കിലെ മുറയൂർ, പൂക്കോട്ടൂർ, ആനക്കയം, പുൽപ്പറ്റ എന്നീ ഗ്രാമപഞ്ചായത്തുകളും പെരിന്തൽമണ്ണ താലൂക്കിലെ കോവൂർ ഗ്രാമപഞ്ചായത്തും ഉൾപ്പെട്ടതാണ് മലപ്പുറം നിയമസഭാ മണ്ഡലം. P. ഉബൈദുള്ളയാണ് മണ്ഡലത്തിലെ നിയമസഭാ സാമാജികൻ. വാണിജ്യരംഗങ്ങളിൽ സമഗ്രമായ വികസന കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കിയ മലപ്പുറം മണ്ഡലത്തിന്റെ പൊതുചിത്രത്തിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നടത്തിപ്പുകൾ തെളിഞ്ഞു കാണാം. പൊതുജനങ്ങൾ കണ്ണിമുറിയാതെ ഒഴുകിയെത്തുന്ന നഗരവും മണ്ഡലത്തിലെ മറ്റ് പൊതു ഇടങ്ങളും വികസന യാത്രകളിൽ സൂക്ഷ്മതയോടെ സർക്കാർ സംവിധാനങ്ങൾ മിനുക്കിയെടുത്തിരിക്കുന്നതിന്റെ തെളിവുകൾ തലയുയർത്തി നിൽക്കുകയാണ്. മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ച് വികസനത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നം എന്ന നിലയിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സത്വര നടപടി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് 2 വൻകിട പദ്ധതികൾ പ്രവർത്തന പദത്തിലാണ്. ഒന്ന് ഇരുമ്പുഴി കുടിവെള്ള പദ്ധതി, ജലജീവൻ മിഷൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചിപ്പോൾ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കാൻ പോവുകയാണ്. മറ്റൊന്ന് മലപ്പുറത്ത് നമ്മുടെ കളക്ട്രേറ്റിൻ്റെ താഴെ വശത്തുള്ള നാമ്പ്രാണി കുടിവെള്ള പദ്ധതി, അതും ഇതേപോലെ തന്നെ ഒരു വൻകിട പദ്ധതിയാണ്. മലപ്പുറം മുനിസിപ്പാലിറ്റിക്കകത്തും അതേപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെ തന്നെ ജലവിതരണത്തിന് ഉതകുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വലിയ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ 4ാമത്തെ വലിയ അർബൻ സമൂഹമെന്ന ബഹുമതിയെ അടിവരയിട്ടുറപ്പിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മലപ്പുറം മണ്ഡലത്തിന് അവകാശപ്പെടാവുന്നതാണ്. സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കവച്ചുവയ്ക്കുന്ന വികസന മുന്നേറ്റങ്ങൾ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രകടമാണ്. മറ്റ് പല വികസന പ്രവർത്തനം പരിശോധിച്ചാലും ഇതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ മലപ്പുറം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ, ആ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ബിൽഡിങ് അതേപോലെ തന്നെ പശ്ചാത്തലം ഒരുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ് ചെലവഴിച്ചത്. അതേപോലെ തന്നെ മലപ്പുറത്ത് ഏറ്റവും
വലിയൊരു പ്രശ്നമായി നിലനിന്നിരുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അതിൻ്റെ ഒരു മുൻഗണനയ്ക്ക് കൊടുത്തുകൊണ്ടുണ്ടായിരുന്ന ഒരു പ്രഖ്യാപിത പദ്ധതിയായിരുന്നു വനിതാ കോളേജ്. വനിതാ കോളേജിൻ്റെ പ്രവർത്തനം ഏകദേശം ഇപ്പോൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് അവസാന ഘട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുക. ആരോഗ്യ മേഖലയിൽ എണ്ണമറ്റ പദ്ധതി നടത്തിപ്പുകൾ മണ്ഡലത്തിൽ വിജയം കണ്ടു. ജനസാന്നിധ്യമേറെയുള്ള നഗരവും പ്രാന്തപ്രദേശങ്ങളും ആരോഗ്യരംഗങ്ങളിൽ പിന്നിലായി പോകരുതെന്ന ലക്ഷ്യബോധം നെടുംതൂണുകൾ സൃഷ്ടിച്ച ആരോഗ്യമേഖലയിൽ വികസനത്തിന്റെ കാഹളം ഇടതടവില്ലാതെ മുഴങ്ങിക്കേൾക്കുന്ന മണ്ഡലം കൂടിയാണ് മലപ്പുറം. അതേപോലെ സർക്കാർ താലൂക്ക് ആശുപത്രി, മലപ്പുറത്ത് ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മലപ്പുറം കോട്ടപ്പടി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള താലൂക്ക് ആശുപത്രി. ആ താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളുടെയും അതേപോലെ തന്നെ സ്ത്രീകളുടെയും ഒരു ബ്ലോക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ ഏറ്റവും ആധുനിക സൗകര്യമുള്ള OP ബ്ലോക്ക് ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കോവിഡിന് ശേഷം ആശുപത്രിക്കകത്ത് ICU അടക്കമുള്ള സംവിധാനങ്ങളോടുകൂടിയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ നിലവിലിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ, അത് മറ്റേ സിസേറിയൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ സ്ത്രീകളുടെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ നടക്കുന്ന ആശുപത്രി മലപ്പുറം കോട്ടപ്പടി ആശുപത്രിയാണ്. അതേപോലെ തന്നെ ചെറിയ അവിടുത്തെ സാഹചര്യം സൗകര്യമൊക്കെ വെച്ച് പരമാവധി സാധാരണക്കാർക്ക് ഗുണകരമായ രീതിയിലുള്ള ഓപ്പറേഷനും മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ആശുപത്രിയാണ് താലൂക്ക് ആശുപത്രി, ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി. മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിട നിർമ്മാണം മണ്ഡലത്തിന്റെ പൊതുവികസന നേട്ടങ്ങളിൽ പ്രാധാന്യമേറിയതാണ്. ജനസൗഹൃദം, ജനക്ഷേമം എന്നിവയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ മണ്ഡലത്തെ വികസനത്തിന്റെ പുത്തൻ വഴികളിലേക്ക് യാത്ര നടത്താൻ പ്രേരിപ്പിക്കുന്നവയായി തന്നെ കാണാൻ സാധിക്കുന്നു. ഈ ബജറ്റിലാണ് ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട മലപ്പുറത്തെ നിവാസികളൊക്കെ തന്നെ ഏറ്റവും ആഹ്ലാദപ്പെടുത്തുന്ന ഒന്ന് 5 കോടി രൂപ നമ്മുടെ മലപ്പുറം പട്ടണത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുക. സമയോചിതമായ പ്രായോഗിക ആശയങ്ങൾ ഗതാഗത മേഖലയിലേക്ക് കൂടി വികസിപ്പിക്കുന്നത് മണ്ഡലത്തെ വളർച്ചയിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റോഡുകളുടെ വികസനം, റോഡുകളുടെ ദേശീയപാത വികസനം അല്ല ഉദ്ദേശിക്കുന്നത്. ഈ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും ആധുനിക രീതിയിലുള്ള റബ്ബറൈസ്ഡ് റോഡുകളുടെ ഒരു നിര തന്നെ ഗവൺമെൻറ് മുൻകൈയോടുകൂടി പാസ്സാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പട്ടികജാതി വിഭാഗങ്ങളുടെ കോളനികളുടെ നവീകരണവും മറ്റും ബന്ധപ്പെട്ടിട്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആനക്കയം പഞ്ചായത്തിൽ 2 പദ്ധതികൾ, ഒന്ന് ഏകദേശം 42 കോടി രൂപയോളം ഉള്ള ബജറ്റ് വീതം നീക്കി വെച്ചിട്ടുള്ള പദ്ധതി, മറ്റൊന്ന് 52 കോടി രൂപ കീഴിലുള്ള പദ്ധതി. ഇത്തരം പദ്ധതികളൊക്കെ തന്നെ ഗവൺമെൻറ് വളരെ ശുഷ്കാന്തിയോടുകൂടി താല്പര്യത്തോടു കൂടി നമ്മളെ ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്.
രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ 5 വർഷത്തെ പ്രവർത്തനം മാത്രം പരിശോധിച്ചാൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ളത്. ഇനിയും പ്രവർത്തനം ആരംഭിക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട്. ഒരു മേൽപ്പാലം ഇവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് നമ്മുടെ വ്യാപാരി വ്യവസായി സമൂഹത്തിനും ഒക്കെ തന്നെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും ജനങ്ങൾക്കിടയിലും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിശോധിച്ച് ഗവൺമെൻറ് അക്കാര്യവും നടപ്പാക്കാൻ ഉദ്ദേശിച്ച തന്നെയാണ്, പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇങ്ങനെ ചില തടസ്സവാദങ്ങളൊക്കെ തന്നെ പല ഭാഗത്തും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു വിഷയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പദ്ധതികൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട്. താളുകൾ മറിയുമ്പോൾ അറ്റമില്ലാതെ പരന്നുകിടക്കുന്ന മലപ്പുറത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ചോർന്നു പോകാതെ ചേർത്ത് പിടിക്കുന്ന മലപ്പുറം നിയമസഭാ മണ്ഡല പരിചയത്തിനൊപ്പം ദേശ സാംസ്കാരിക ചരിത്രം കൂടി അടയാളപ്പെടുത്താൻ നവകേരളം നവമുന്നേറ്റത്തിന്റെ ഈ അധ്യായത്തിലൂടെ സാധിച്ചെന്ന പ്രതീക്ഷ പകരുന്ന ഊർജം അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടിനായി ചേർത്ത് പിടിക്കുന്നു. ചരിത്രവും പാരമ്പര്യവും ചോർന്നുപോകാതെ ചേർത്ത് പിടിക്കുന്ന മലപ്പുറം നിയമസഭാ മണ്ഡലം വികസന കാര്യങ്ങളിൽ ഏറെ മുന്നിലാണ്. മലപ്പുറം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വണ്ടൂർ വിശേഷങ്ങളാണ് ഇനി നവകേരളം നവമുന്നേറ്റത്തിൽ. വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ വിവിധങ്ങളായ മേഖലകളിൽ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന മുന്നേറ്റങ്ങളുടെ കാഴ്ചകളിലേക്ക്. മാപ്പിളപ്പാട്ട് സാഹിത്യശാഖയ്ക്ക് പ്രസിദ്ധമായ വണ്ടൂർ മാപ്പിള സാഹിത്യ കുലപതി പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിന്റെ നാടുകൂടിയാണ്. നിലമ്പൂർ തേക്കുകളുടെ സമൃദ്ധിയും സമ്പന്നതയും ഒരു തരത്തിൽ അവകാശപ്പെടാവുന്ന മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വണ്ടൂർ പട്ടണം 1921 മലബാർ സമരചരിത്രത്തിലെയും ഒരു പ്രധാന ഏടാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ ചോക്കാട്, കാളികാവ്, കരിവാരക്കുണ്ട്, മമ്പാട്, പോരൂർ, തിരുവാലി, തുവ്വൂർ, വണ്ടൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് വണ്ടൂർ നിയമസഭാ മണ്ഡലം. 1977 ഈ മണ്ഡലം നിലവിൽ വന്നത്. പട്ടികജാതി സംവരണ മണ്ഡലമായി പരിഗണിക്കപ്പെടുന്ന വണ്ടൂർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികൻ നിലവിൽ AP അനിൽകുമാറാണ്. 2008 നിയമസഭാ പുനർനിർണയത്തിന് മുൻപ് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, മമ്പാട്, കരിവാരക്കുണ്ട്, പാണ്ടിക്കാട്, എടവണ്ണ, പോരൂർ, തൃക്കലങ്ങോട്, തിരുവാലി, തുവ്വൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ടതായിരുന്നു വണ്ടൂർ നിയമസഭാ മണ്ഡലം. രണ്ടും പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലം വണ്ടൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാകെ നടന്നതുപോലുള്ള
വികസന പ്രവർത്തനങ്ങൾ മുമ്പൊരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കുടിവെള്ളത്തിൻ്റെ വിഷയത്തിൽ, പശ്ചാത്തല സൗകര്യ മേഖലയിൽ, ഈ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ഈ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വണ്ടൂർ മണ്ഡലത്തിൽ നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മലയോര ഹൈവേ. അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ഈ വണ്ടൂരിൻ്റെ മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും നല്ല യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞു. രണ്ടാമത് ആരോഗ്യ മേഖലയിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ആവശ്യത്തിന് കെട്ടിടങ്ങൾ, മരുന്ന്, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എല്ലാം നല്ല രീതിയിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞു. വണ്ടൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലുമുള്ള ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. മാത്രമല്ല, മുമ്പില്ലാത്ത വിധം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും ഈവനിങ് OP തുടങ്ങിയതോടുകൂടി ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് വലിയ സൗകര്യങ്ങളാണ്, വലിയ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുള്ളത്. വണ്ടൂർ മണ്ഡലത്തിലെ ജനമനസ്സുകൾ തൊട്ടറിഞ്ഞ ശുദ്ധജല വിതരണ പദ്ധതികൾ വികസന പടവുകൾക്ക് ബലം നൽകുന്നവയാണ്. കമ്മ്യൂണിറ്റി വാട്ടർ സപ്ലൈ സ്കീമിൽ ഉൾപ്പെടുത്തി തിരുവാലിയിൽ തൊട്ടടുത്ത ഗ്രാമപ്രദേശങ്ങളിലും ശുദ്ധജല വിതരണം നടത്തുന്ന ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളും തിരുവാലി വണ്ടൂർ മേഖലകളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന രണ്ടാം ഘട്ടവും മണ്ഡലത്തിലെ ജനോപകാര പ്രവർത്തനങ്ങളായി മാറി. പിണറായിൻ്റെ ഗവൺമെൻറ് ആദ്യം വന്നതിന് ശേഷം നമ്മളെ വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളത്തിൻ്റെ പദ്ധതികൾ ആരംഭിച്ച്, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പഞ്ചായത്ത് തിരുവാലി 80 കോടി ഉറുപ്പിയാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അവിടെ അനുവദിച്ച്. ഈ 8 കൊല്ലത്തിൻ്റെ ഇടക്ക് ഏകദേശം 100-100 ചില്ലാനം വരുന്ന കോടി ഉറുപ്പിയാണ് വികസനത്തിന് വേണ്ടി ആ പഞ്ചായത്തിൽ മാത്രം ഞങ്ങൾ കണക്ക് ശേഖരിച്ചപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 360 കോടി ഉറുപ്പിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി വണ്ടൂർ കേന്ദ്രീകരിച്ച്, പിന്നെ വണ്ടൂർ പഞ്ചായത്ത്, കാളികാവ് തുടങ്ങിയിട്ടുള്ള പോരൂർ പഞ്ചായത്തുകളൊക്കെ തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിക്ക് ടാങ്കിൻ്റെ പണി പൂർത്തീകരിച്ച് മറ്റുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. വണ്ടൂർ മണ്ഡലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമ്പന്നതയിൽ നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ്. എക്കാലവും വിദ്യാഭ്യാസ രംഗത്ത് ശോഭനമാർന്ന ചുവടുകൾ വണ്ടൂരിൻ്റെ പ്രത്യേകതയാണ്. മണ്ഡലത്തിലിപ്പോൾ 7 പഞ്ചായത്തുകളുണ്ട്. ആ 7 പഞ്ചായത്തുകളിലും എല്ലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും കെട്ടിടമായി. എൻ്റെ പഞ്ചായത്തിൽ 6 കോടി ഉറുപ്പിയാണ്. 3 കോടി ഉറുപ്പിക ഹൈസ്കൂളിന്, 4 കോടി ഉറുപ്പിക ഹയർ സെക്കൻഡറി, 3 കോടി ഉറുപ്പിക. ഇപ്പോൾ വണ്ടൂർ ഗേൾസ് ഹൈസ്കൂൾ, വണ്ടൂർ ബോയ്സ് ഹൈസ്കൂൾ, അങ്ങനെ പോരൂർ പഞ്ചായത്തിൽ, പിന്നെ കരുവാരക്കുണ്ട്, തുവ്വൂർ, എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും ഹൈസ്കൂളുകൾക്ക്, അതുപോലെ തന്നെ LP സ്കൂളുകൾക്ക്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പൂർണ്ണമായും
കെട്ടിടമായി എന്ന് മാത്രമല്ല കുട്ടികൾ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, നല്ല രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് എല്ലാവരും അംഗീകരിച്ച് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രവൃത്തി പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇനി അങ്ങനെ പ്രവൃത്തി അവിടെ ബാക്കിയില്ല. അതാണ് വാസ്തവം. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ പദ്ധതിയാണ് ആരോഗ്യമേഖലയിൽ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെൻ്ററുകൾ ആരംഭിക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ് ആരോഗ്യമേഖലയിൽ ഡയാലിസിസ് സെൻ്റർ. വർദ്ധിച്ചു വരുന്ന ആവശ്യമാണ് ആ രംഗത്തുള്ളത്. അത് പരിഹരിക്കാനാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ള താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സെൻ്റർ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിനാവശ്യമായ കെട്ടിടങ്ങൾ സർക്കാരും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കെട്ടിടങ്ങളൊരുക്കി, പശ്ചാത്തല സൗകര്യമൊരുക്കി, ഏറ്റവും അവസാനം 1,20,00,000 രൂപ മുടക്കി സംസ്ഥാന ഗവൺമെൻറ് അതിനുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതിൻ്റെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്നു. ACB വോൾട്ടേജ് ക്ഷാമം വലിയ പ്രശ്നമായിരുന്നു വണ്ടൂരിനെ സംബന്ധിച്ച്. അപ്പോൾ തിരുവാലി 110 kV സബ്സ്റ്റേഷൻ്റെ പണി ആരംഭിച്ച് ഏകദേശം പൂർത്തീകരിക്കാനായി. അതിൻ്റെ ഭാഗമായി വോൾട്ടേജിൻ്റെ ക്ഷാമം വലിയ രൂപത്തിൽ പരിഹരിക്കുന്നു മാത്രമല്ല, വൈദ്യുതിൻ്റെ ക്ഷാമം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടലാണ് ഇപ്പോൾ ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മളെ ഏറ്റവും വണ്ടൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പട്ടികജാതി കോളനികൾ കൂടുതലുള്ള ഒരു പ്രദേശമാണ് വണ്ടൂർ. ഏകദേശം 360ഓളം വരുന്ന പട്ടികജാതി കോളനികളുണ്ട്. ആ മേഖലയ്ക്കൊക്കെ തന്നെ കുടിവെള്ളം എത്തിക്കാനും വൈദ്യുതി നല്ല രൂപത്തിൽ കൊടുക്കാനുള്ള ഇടപെടൽ ഈ 8 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ശക്തിയായിട്ട് അവിടെ നടന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മലയോര ഹൈവേ നിലമ്പൂരിൽ നിന്ന് തുടങ്ങി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് ഇനി പണി പൂർത്തിയാകാനുള്ളത്. ബാക്കി ആ മേഖലയിലെ മുഴുവൻ പ്രവൃത്തിയും പൂർത്തിയായി കഴിഞ്ഞു. വലിയ കുതിപ്പാണ് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് വലിയ കർഷക പ്രാധാന്യമുള്ള ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ ആളുകൾക്ക് അവരുടെ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിന്, അതിൻ്റെ കടത്തിന്, ഇതിനൊക്കെ ഈ ഹൈവേ വലിയ പ്രയോജനം ചെയ്യും. അത് മണ്ഡലത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യ വികസനമാണ് മലയോര ഹൈവേയുടെ ഭാഗമായി ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാന പട്ടണമായ പെരിന്തൽമണ്ണയിൽ നിന്നും ഗൂഡല്ലൂരിലേക്കുള്ള യാത്രയിൽ കടന്നു പോകേണ്ട മലപ്പുറം ജില്ലയുടെ ഈ കിഴക്കൻ ഭൂപ്രദേശം മത, സാമുദായിക, കലാ, സാംസ്കാരിക ഐക്യത്തിനും പ്രവർത്തനങ്ങൾക്കും എന്നും മാതൃക തീർക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധങ്ങളായ കർമ്മ പദ്ധതികളുടെ കടന്നുവരവും കാര്യക്ഷമമായ ഇടപെടലുകളും വണ്ടൂർ മണ്ഡലത്തെ നവകേരളത്തിൻ്റെ നവമുന്നേറ്റത്തിനായി പാകപ്പെടുത്തിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധങ്ങളായ കർമ്മ പദ്ധതികളുടെ കടന്നുവരവും കാര്യക്ഷമമായ ഇടപെടലുകളും വണ്ടൂർ മണ്ഡലത്തെ നവകേരളത്തിൻ്റെ നവമുന്നേറ്റത്തിനായി പാകപ്പെടുത്തുന്നു.